ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈച്ചൂട്ടൻ്റെ അംഗനവാടിയിൽ ഓണം സെലിബ്രേഷൻ ആണ് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് അംഗനവാടിയിലെത്തി, അമ്മമാരും ടീച്ചർമാരും കുട്ടികളും എല്ലാവരും എത്തിയിട്ട് നമ്മൾ ആദ്യം ചെയ്തത് ഞാനും സംഗീതയും രഹനയും ചെയ്തത് അംഗനവാടിയിലൊരു പൂക്കളം ഒരുക്കിയാണ്. അപ്പോൾ പൂക്കളെല്ലാവരും അമ്മമാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 3 പേരും കൂടിയിട്ടാണ് കേട്ടോ അംഗനവാടിയിൽ പൂക്കളം ഒരുക്കുന്നത്. എല്ലാ അമ്മമാരും സെറ്റ് സാരിയൊക്കെ എടുത്തിട്ടായിരുന്നു വന്നത്. കുഞ്ഞു കുട്ടികളൊക്കെ നല്ല പുതുപുത്തൻ ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ടായിരുന്നു വന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ഓണം സെലിബ്രേഷൻ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, കലാപരിപാടികളൊക്കെ ഉണ്ട്. കുട്ടികളെ കസേരക്കളിയും മിഠായി പറക്കലും അമ്മമാരെ പരിപാടികളും പിന്നെ ഓണസദ്യയും അങ്ങനെയുള്ള കൊച്ചു കൊച്ചു പരിപാടിയാണ് നമ്മുടെ ഇന്നത്തെ അംഗനവാടിയിലെ ഓണം സെലിബ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഓണ വീഡിയോ കാണാം. അങ്ങനെ നമ്മൾ പൂക്കളൊക്കെ റെഡി ആയിട്ടോ. അവസാനം ഈ ഒരു പൂക്കളുമായി എന്നിട്ട് ടീച്ചറും മക്കളും കൂടിയിട്ട് പൂക്കളത്തിൻ്റെ അവിടെ ഇരുന്നിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനാണ് കേട്ടോ ഇവിടുത്തെ പിന്നെ വീഡിയോവും ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും നല്ല മക്കളെ പോലെ തന്നെ എല്ലാവരും ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ ഇവരൊക്കെ ഫസ്റ്റ് ഓണാണ് അംഗനവാടിയിൽ. അതിനുശേഷം അമ്മമാരും ടീച്ചറും മക്കളൊക്കെ കൂടിയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. അതിനുശേഷം കുട്ടികളുടെ പരിപാടികൾ ആരംഭിച്ചു കേട്ടോ. ഫസ്റ്റ് ഉണ്ടായത് നമ്മുടെ പിന്നെ കസേര കളിയായിരുന്നു. കുട്ടികൾക്കൊക്കെ ടീച്ചേഴ്സ് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വിസിൽ വിളിച്ചതിന് ശേഷം ഒരു കസേരേൻ്റെ റൗണ്ടിൽ ഓടിയാണ് കേട്ടോ. അപ്പോൾ ഈച്ചൂട്ടനിരുന്നു, എല്ലാവരും ഇരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് ഔട്ടായത് നമ്മുടെ തേജു ആയിരുന്നു. ഇച്ചൂട്ടനും കളിയിൽ ഔട്ടായിപ്പോയി. അവസാനം വിന്നറായത് നമ്മുടെ ധ്യാൻകുട്ടനായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ച് ക്ലിപ്പൊക്കെ കാണാം. അങ്ങനെ നമ്മുടെ കസേര കളിയിൽ ധ്യാൻകൂട്ടൻ വിന്നറായി. അതിനുശേഷം മിഠായി പറക്കലായിരുന്നു. അങ്ങനെ എല്ലാവരും കുട്ടികളൊക്കെ ആവേശത്തോടെ മിഠായി പറക്കി. അതിലും തേജു ആയിരുന്നു വിന്നറായത്. അതിനുശേഷം അമ്മമാരുടെ കസേര കളിയായിരുന്നു. നമ്മൾ ഇത്ര പേരായിരുന്നു പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് ഫസ്റ്റ് തന്നെ സംഗീത ഔട്ടായിട്ടോ. അങ്ങനെ നമ്മുടെ കസേര കളിയിൽ വിൻ ചെയ്തത് ഞാനായിരുന്നു. ഞാൻ ഇതിൽ വിന്നറായിട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ കസേര കളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത പ്രോഗ്രാം എന്ന് പറയുന്നത് സുന്ദരിക്ക് പൊട്ടുതൊടലായിരുന്നു. അങ്ങനെ നമ്മുടെ ചുമരിലായിരുന്നു സുന്ദരി വരച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു കുറി പൊട്ടായിട്ട് അതിൻ്റെ ശരിയായ പ്ലേസിൽ വെക്കണം, അതായിരുന്നു ഇതിൻ്റെ റൂള്. അങ്ങനെ ഇത് ഫസ്റ്റ് അശ്വതി ആയിരുന്നു.
അങ്ങനെ ഓണപ്പരിപാടിയിൽ വിൻ ചെയ്തത് ബിന്ദു ചേച്ചിയായിരുന്നു. ഇവരല്ല കേട്ടോ, വേറൊരു ചേച്ചിയായിരുന്നു. അപ്പോൾ ആ ഒരു ക്ലിപ്പ് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് ശേഷം നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയായി. അപ്പോൾ ഓണസദ്യ എന്ന് പറയുന്നത് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എല്ലാ അമ്മമാരും ഓരോ വീട്ടിൽ നിന്ന് ഓരോ കറികൾ കൊണ്ടുവന്നിട്ട് നമ്മുടെ ചോറ് ഇവിടെ തന്നെ വെച്ചതായിരുന്നു. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഓരോരോ കറികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൊണ്ടുവന്നത് പയറായിരുന്നു. അപ്പോൾ ഓരോരോ ആൾക്കാർ ഓരോരോ കറികൾ സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല ഐക്യത്തോടെ നമ്മുടെ ഓണസദ്യ കഴിച്ചു കേട്ടോ. അപ്പോൾ നല്ല സദ്യയായിരുന്നു. നമ്മുടെ ചിപ്സ് മുതൽ എല്ലാം ഉണ്ടായിരുന്നു. അച്ചാർ, പയറുപ്പേരി, പെരക്ക്, ബീട്രൂട്ട് പെരക്ക്, അവിയൽ, കൂട്ടുകറി, സാമ്പാർ, പുളിശ്ശേരി എല്ലാം അടങ്ങിയ ഒരു അടിപൊളി ഓണസദ്യയായിരുന്നു. അപ്പോൾ ആദ്യം കഴിച്ചത് കുട്ടികൾ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇലയൊക്കെ മുമ്പിൽ വെച്ചിട്ട് നമ്മുടെ കുഞ്ഞു മക്കളെല്ലാം നിരക്കനെ ഇരുന്നിട്ട് സദ്യ എല്ലാവരും കൂടി വിളമ്പി കേട്ടോ. അങ്ങനെ നമ്മുടെ സദ്യയൊക്കെ കഴിച്ചതിന് ശേഷം അവസാനം വൈൻഡ് അപ്പ് സെക്ഷനായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ടീച്ചർ എല്ലാവരും അധ്യക്ഷം വഹിക്കുകയാണ്. അപ്പോൾ നമ്മൾ അമ്മമാരും കുഞ്ഞു മക്കളൊക്കെ അവിടെ ഇരുന്നു. അതിനുശേഷം ഇവർ പറഞ്ഞതിന് ശേഷം മത്സരിച്ച എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കലായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഒരു കുഞ്ഞു തിരുവാതിരയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ അംഗനവാടിയിലെ ഓണം അതിഗംഭീരമായി ആഘോഷിച്ചു. അപ്പോൾ അതിനുശേഷം നമ്മുടെ ഓണത്തിന് ഞാൻ ഇട്ട പൂവായിരുന്നു. ഞാൻ വരച്ച് ഞാൻ തന്നെ ഇട്ടൊരു വലിയൊരു പൂക്കളായിരുന്നു. അപ്പോൾ അത് ഈ വീഡിയോൻ്റെ കൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ കേട്ടോ. അപ്പോൾ വീട്ടിൽ കുഞ്ഞു സദ്യയൊക്കെ ഉണ്ടായിരുന്നു, പൂക്കളിട്ടിട്ടുണ്ടായിരുന്നു, മാവേലി കാണാൻ വന്നിട്ടുണ്ടായിരുന്നു പൂക്കളൊക്കെ. അപ്പോൾ ഈച്ചൂട്ടൻ ഓണക്കോടിയൊക്കെ ഇട്ടിട്ട് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലേക്ക് ആരാ വന്നേ, മാവേലിയൊക്കെ വന്ന് പൂ കാണാൻ. അതിനുശേഷം സദ്യയുടെ ഒരുക്കമായിരുന്നു. ഞാൻ പയറൊക്കെ മുറിച്ചു, അവിയൽ ഉരുളിയിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ സാമ്പാറും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കുഞ്ഞു ഓണം സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം വീട്ടിലേക്ക് മാവേലി വരുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഓണത്തിന് ഞാൻ വീട്ടിൽ ഒരു ഫുൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചില്ല, ഇതൊരു ഷോർട്ട് വീഡിയോ എടുത്തതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഓണം. അപ്പോൾ ഈച്ചൂട്ട് ഫസ്റ്റ് ടൈമാണ് കേട്ടോ മാവേലിനെ കാണുന്നത്. അപ്പോൾ മാവേലിനെ കാണുന്നത് അതൊക്കെ അവനൊരു ഹാപ്പി ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.